ഓപ്പറേഷൻ സിന്ധുവിനെ കുറിച്ച് പറയുമ്പോൾ അതിനുശേഷം നമ്മൾ കൈവരിച്ച സുപ്രധാനമായ നേട്ടം, ലോകത്തിന് മുന്നിൽ അഭിമാനത്തോടെ അതേ കശ്മീരിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുകയാണ് നമ്മുടെ സ്വന്തം ചെനാബ് പാലം. ഈ ചെനാബ് പാലത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് റിപ്പോർട്ടർ ARVR എക്സാറ്റ് ന്യൂസ് സ്റ്റുഡിയോയിൽ നമ്മൾ പരിശോധിക്കുകയാണ്. ഇതേ ചെനാബ് പാലത്തിൽ നിന്നുകൊണ്ട് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലം, അങ്ങനെയാണ് ചെനാബിനെ നമ്മൾ വിശേഷിപ്പിക്കേണ്ടത്. ചെനാബ് നദീതടത്തിൽ നിന്ന് 359 മീറ്ററാണ് ഉയരം. പാരീസിലെ ഈഫൽ ടവറിനേക്കാൾ 35 മീറ്റർ അധികം ഉയരമുണ്ടെന്ന് ചുരുക്കം. ഈഫൽ ടവറിന് 324 മീറ്ററാണ് ഉയരം. ആകെ നീളം 1.325 കിലോമീറ്റർ. സമുദ്രനിരപ്പിൽ നിന്ന് 856 മീറ്റർ ഉയരത്തിലാണ് ചെനാബ് പാലം സ്ഥിതി ചെയ്യുന്നത്. ഇനി മറ്റു പ്രത്യേകതകളിലേക്ക് കൂടി നമ്മൾ വന്നു കഴിഞ്ഞാൽ 1486 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. കമാനത്തിന് 467 മീറ്റർ നീളമുണ്ട്. 1300 മെട്രിക് ടണ്ണാണ് ആർച്ചിന്റെ ഭാരം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ചെനാബ് പാലത്തിലൂടെ ഇന്ന് പ്രധാനമന്ത്രി നടന്നു നീങ്ങിയത് ഒരു ദേശീയ പതാകയുമായാണ്. ഉധംപൂർ, ശ്രീനഗർ, ബാരാമുള്ള താഴ്വരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഈ എഞ്ചിനീയറിംഗ് വിസ്മയം. റിയാസി ജില്ലയിൽ ബക്കലിനും കൗരിക്കും ഇടയിലാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. 400-ലധികം ജീവനക്കാർ 8 വർഷം അധ്വാനിച്ച് നിർമ്മിച്ചതാണ് ലോകത്തെ മുഴുവൻ വിസ്മയിപ്പിക്കുന്ന ഈ നിർമ്മിതിയെന്ന് ചുരുക്കം. ട്രെയിനുകൾ ഇതുവഴി പോകുമ്പോൾ വേഗത എത്രയായിരിക്കും എന്നതാണ് അടുത്ത സംശയമെങ്കിൽ 100 കിലോമീറ്റർ വേഗത്തിൽ ട്രെയിനുകൾ ഇതുവഴി ഓടിക്കാം. മണിക്കൂറിൽ 260 കിലോമീറ്റർ വരെ വേഗമുള്ള കാറ്റിനെ പ്രതിരോധിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഭീകരാക്രമണമാണല്ലോ കശ്മീരിനെ വേട്ടയാടുന്ന ഏറ്റവും വലിയ വിപത്ത്. ഭീകരാക്രമണം ചെറുക്കാൻ ബ്ലാസ്റ്റ് ഓഫ് സ്റ്റീൽ ഉപയോഗിച്ചിരിക്കുകയാണ്. അതോടൊപ്പം ഭൂകമ്പത്തെയും ചെറുക്കാൻ കഴിയുമെന്നതാണ് ചെനാബ് പാലത്തിന്റെ പ്രത്യേകത. അതായത് കാലാവസ്ഥയടക്കമുള്ള വെല്ലുവിളികളെ അതിജീവിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. 2018 തുടങ്ങിയ നിർമ്മാണമാണ്. കൊങ്കൺ റെയിൽവേ ലിമിറ്റഡ് ആണ് നിർമ്മാണ ഏജൻസി. 120 വർഷം ആയുസ്സാണ് ഈ പാലത്തിന് പറഞ്ഞിരിക്കുന്നത്. ഖത്രിക്കും ശ്രീനഗറിനും ഇടയിലുള്ള യാത്രാസമയം കുറയ്ക്കാൻ കഴിയും എന്നതും ചെനാബ് പാലത്തിന്റെ സവിശേഷതയാണ്. അങ്ങനെ തല ഉയർത്തി നിൽക്കുകയാണ്. ലോകത്തിന് മുന്നിൽ നമ്മുടെ തല ഉയർത്തിപ്പിടിപ്പിക്കുകയാണ് ചെനാബ് പാലം എന്ന ഈ നിർമ്മിതി. അഭിമാനമാണ് നമുക്ക് ഈ ചെനാബ് പാലത്തിൽ നിൽക്കുമ്പോൾ. ചെനാബ് പാലത്തിന്റെ സവിശേഷതകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു നമ്മൾ. ഇനി നമുക്ക് ചെനാബ് പാലത്തിന്റെ ഈ മനോഹാരിത ആസ്വദിക്കുന്നതിനായി ജമ്മു താവിയിൽ നിന്ന് ശ്രീനഗറിലേക്ക് ഇതുവഴി ഒരു വന്ദേ ഭാരതിൽ പോകുന്നത് കൂടി ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്കൊരു ദിവസം അങ്ങനെ ഒരു യാത്ര കൂടി വേണം. ആ ഒരു യാത്രയിൽ എങ്ങനെയാണ് ഈ പാലത്തിലൂടെ ട്രെയിനിൽ യാത്ര ചെയ്യുന്നത് എന്നതുകൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ കാട്ടിത്തരും.